ഈ പ്രഭാകരൻ്റെ കഴിവുകളെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കഴിവുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ആളുകൾ തയ്ക്കാൻ കൊടുത്തിട്ടുള്ള ചില ഡ്രസ്സുകളൊക്കെ പ്രഭാകരൻ ഭയങ്കര കുഴപ്പമായിട്ട് തയ്ച്ചു വയ്ക്കും. അതിനുശേഷം അവർ വന്ന് എന്തെങ്കിലും പറയുമ്പോൾ പ്രഭാകരൻ തന്നെ അതിൻ്റെ മോഡൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് അവസാനം ഈ ഡ്രസ്സ് തന്നെ പ്രഭാകരൻ അവരെ കൊണ്ട് ഇടിയിപ്പിച്ച് നടക്കും. പോകുമ്പോൾ ഞാൻ പ്രഭാകരനോട് ചോദിക്കും, അല്ല പ്രഭാകര, ആ ഷർട്ടിൻ്റെ ബാക്ക് കുറച്ച് ഇറങ്ങി ഫ്രണ്ട് കുറച്ച് പൊന്തി നിൽക്കുന്നുണ്ടല്ലോ അവിടെ ഇന്നസെൻ്റെ, അതൊന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല, നമ്മൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ അവർക്കൊരു വിശ്വാസം ഉണ്ടാക്കുക, ഇതാണ് ശരി എന്നുള്ളൂ. ഒരു ദിവസം പ്രഭാകരന് ഒരു അബദ്ധം പറ്റി. ഒരു സ്ത്രീ അവരുടെ മകന് ഷർട്ടും ട്രൗസറും തുന്നാൻ പ്രഭാകരനെ ഏൽപ്പിച്ചു. പ്രഭാകരൻ തയ്ച്ചപ്പോഴോ സംഭവം അതിലേറെ പ്രശ്നമായി. ഷർട്ടിന്റെ ഒരു കൈ വലുതും മറുകൈ ചെറുതും, ട്രൗസറിന്റെ ഒരു കാൽ വലുതും മറുകാൽ ചെറുതും. സ്ത്രീ പ്രഭാകരനെ അന്ത്യശാസനം നൽകി. വൈകുന്നേരം ഷർട്ടും ട്രൗസറും ശരിയാക്കി നൽകണം. ഭാഗ്യം പോലെ പ്രഭാകരന്റെ കടയിൽ ഒരാൾ ഷർട്ട് തുന്നാൻ വന്നു. സ്ത്രീ കൊണ്ടുവന്ന അതേ ഷർട്ടിന്റെ തുണി. ഈശ്വരന്മാരെ മനസ്സിൽ കരുതി ഒപ്പം മറ്റെന്തോ ഗൂഢ ഉദ്ദേശത്തോടെയും ആ തുണി പ്രഭാകരൻ നിർബന്ധപൂർവം തയ്ക്കുവാൻ വാങ്ങി. അങ്ങനെ ഷർട്ട് റെഡി. എടാ, ഈ പ്രഭാകരൻ ആരാന്നാ നീ വിചാരിച്ചേ? പണ്ട് ബോംബെയിലുണ്ടല്ലോ, അല്ല ബോംബെയിൽ ധാരാവിന്ന് കേട്ടിട്ടുണ്ടോ? ധാരാവി ഇല്ല. അപ്പൊ പിന്നെ നിന്നോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അല്ല, ബോംബെയിൽ ധാരാവിൽ എന്താ പറഞ്ഞു? ബോംബെയിൽ നീരാവി പൊങ്ങിന്ന് പോയ പേപ്പർ എടുത്തിട്ട് വളരെ പൊതിയാൻ. എന്തൊക്കെ പ്രശ്നങ്ങളാർന്ന്, കൈക്ക് നീളം കൂടിപ്പോയി. അല്ല, എങ്ങനെയാണ് മനുഷ്യന്റെ തലക്കൊടി വിട്ടണ്ടേ? ടെൻഷനല്ലേ? തയ്ച്ചു കഴിഞ്ഞോ? ആ, പെങ്ങളിവിടുന്ന് പോയ ഉടനെ തന്നെ ഞാൻ ഈ പണിയല്ലേ ഇതേ. ഇതേടാ നോക്കിയേ. ആ, അല്ല ട്രൗസറോടെ? ഷർട്ട് ഇപ്പൊ ശരിയായില്ലേ? അത് ശരിയായി. ട്രൗസറോട് പെട്ടെന്താ? എനിക്ക് പോയിട്ട് വേറെ കാര്യമുണ്ട്. ട്രൗസർ അല്ലേ ഇത്? ഈ പ്രഭാകരൻ ആരാന്ന് വിചാരിച്ചേ? മതി. ഇപ്പൊ ചേച്ചിക്ക് സന്തോഷമായില്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇത്രക്കത്തുള്ള പ്രശ്നമുള്ളൂ. ഇപ്പൊ എന്തായി? എന്നോട് ദേഷ്യപ്പെട്ടതൊക്കെ വെറുതെ ആയില്ലേ? എന്താ ഇന്ന് വന്നത്? മറ്റന്നാ വരാനല്ലേ പറഞ്ഞേ? അല്ല, ഷർട്ട് തയ്ക്കണ്ട, തുണി തിരികെ വാങ്ങാൻ വന്നതാ. നീ ഇതെവിടെ പോണ്? കടയിൽ ആള് വന്നിട്ടുണ്ടെന്ന് തോന്നണേ. എടാ, അവിടെ ആരും വന്നിട്ട് നീ ഇവിടെ വന്നിരുന്നേ. അവിടെ ഇരി. നിങ്ങളെങ്കി പൊക്കോ. എന്റെ ബാക്കി തന്നെ ഞാൻ പൊയ്ക്കോളാം. എങ്കിൽ നിങ്ങളോട് ഇരി, ഞാനിപ്പോ വരാം. വേണ്ട, തുണിക തന്നാ ഞാനങ്ങ് പോയിക്കോളാം. ദാ വന്നു കഴിഞ്ഞു, നീ അവിടെ ഇരി. ചേച്ചി വന്നേ. എന്തിനാ? ആ കടയിൽ പോയിട്ട് ചേഞ്ച് വാങ്ങിച്ചു തരാം. എത്ര രൂപയ്ക്കാ ചേഞ്ച് വേണ്ടത്? 10 രൂപയ്ക്ക്. ഇങ്ങതാ, ഞാൻ തരാം. ഇപ്പൊ എല്ലാം ഓക്കെ ആയില്ലേ? ഇനി എന്റെ തുണി ഇങ്ങതാ, ഞാൻ പോട്ടെ. എന്ത്? ആ തുണിയെടുക്കാൻ. എന്ത് ചെയ്യൂ? എവിടെ പോയത്? എന്താ ഒട്ടുക്കമ്മക്കൻ? ഇതൊരു കഷ്ടം. ഇത് കാണില്ലോ.